ഹലോ എവരി വൺ, ഐ എം ഡോക്ടർ ഹസൻ ജവഹർ, നിങ്ങളുടെ ഹോമിയോപ്പതിക് സൈക്യാട്രിസ്റ്റാണ്. ഇന്ന് റിലേഷൻഷിപ്പിൽ വരുന്ന ചെറിയൊരു വിഷയത്തെ പറ്റിയാണ് പറയുന്നത്. ആരാണ് കൂടുതൽ എഫേർട്ട് ഇടുന്നത്, ആരാണ് എഫേർട്ട് തീരെ ഇടാത്തത്, എന്തുകൊണ്ട് ഇങ്ങനെ എഫേർട്ടൊന്നും ഇടാതെയും ഇത് മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്കെപ്പോഴും നമ്മളുടെ മനസ്സിൽ ഒരു തുലനം, ഒരു ബാലൻസിങ് നടക്കും. നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാൻ ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ. അപ്പം നമ്മളവിടെ ഒരു എക്സ്പെക്റ്റേഷൻ വെക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ഇയാളെ ഇത്ര അധികം സ്നേഹിക്കുന്നുണ്ട്, അയാൾ എന്നെ എത്രയധികമാണ് സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇയാൾക്ക് 10 കിലോ സ്നേഹം കൊടുത്തു, അയാൾ എനിക്ക് 5 കിലോ അല്ലേ തന്നിട്ടുള്ളൂ, ബാക്കിയുള്ള 5 കിലോ എന്താ തരാത്തത്. അപ്പോൾ നമ്മളത് പിന്നെ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും. അത് പലപ്പോഴും വഴക്കായിട്ട് മാറും, ദേഷ്യമായിട്ട് മാറും. അപ്പം അതിന് പകരം നിങ്ങളൊന്ന് അസസ് ചെയ്യുക. നിങ്ങൾ എന്തോ ഒരു കാരണം കൊണ്ടാണല്ലോ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയത്, നിങ്ങൾക്ക് ഇഷ്ടമായതിന് ശേഷം, നിങ്ങളുടെ പാർട്ട്ണറായതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇയാൾക്ക് നമ്മളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മിറ്റ്മെൻറ്റ് ഇത്തിരി കുറഞ്ഞു പോയത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ റീസൺസ് കിട്ടും. അതിലെ റീസൺസിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവാം. അത് നമ്മൾ വിചാരിക്കുന്ന മാതിരി എല്ലാം ചിലപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന റീസൺസ് ആവില്ല. അതിൽ ചിലപ്പോൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരെ ഉണ്ടാവാം. ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ പാർട്ട്ണറിന് ഡിപ്രഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഡിപ്രഷൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ഒരു സിംറ്റമാണ് പ്രതീക്ഷയില്ലായ്മ, ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുക, ഒന്നിലും താല്പര്യം തോന്നാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ഡിപ്രഷൻ്റെ കോർ സിംറ്റംസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു മൈൽഡ് ഡിപ്രഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളത് രോഗമായിട്ട് അംഗീകരിക്കില്ല, നിങ്ങൾക്കൊട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഇയാളോട് നമ്മൾ എത്ര ഉപദേശിച്ചാലും ഇയാൾക്കിത് പിക്ക് ചെയ്യാനോ നമ്മൾ പറയുന്നതിനനുസരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്തിട്ട് സ്നേഹം തരാനോ ഇങ്ങോട്ട് കെയർ ചെയ്യാനോ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു റീസണും ഇല്ലാതെ ഇയാൾക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ഒന്ന് നോക്കണ്ടേ, ഇങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ടോ. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്തരം പ്രശ്നങ്ങളുണ്ടല്ലേ, ഇതുകൊണ്ടാണ് ഇയാൾക്ക് സാധിക്കാത്തത്. അത് ക്ലിയർ ചെയ്യാതെ വെറുതെ ഇയാളങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ. ഞാൻ അതല്ലെങ്കിൽ ചിലർക്ക് ആങ്സൈറ്റി ഉണ്ടാവും. ആങ്സൈറ്റി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കാരണം ഓവറായിട്ട് ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓവറായിട്ട് സ്നേഹിച്ച് ഈ സ്നേഹിക്കുന്നതിനനുസരിച്ച് എനിക്ക് തിരിച്ചു കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടം വരും. അവിടെ ഓവറാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം ഇപ്പുറത്തു നിന്നുള്ള ആൾക്ക് ഇല്ലാതെ പോയാലും പ്രശ്നമല്ലേ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഒരു ബാലൻസിലാണ്. ഒന്നും നിങ്ങൾക്ക് പൂർത്തിയായി, കംപ്ലീറ്റായി, ഫുള്ളായി എന്നുള്ളൊരു ഫീലിംഗ് ഭൂമിയിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില സാഹചര്യങ്ങൾ വരും, ചില സാഹചര്യങ്ങളത് നഷ്ടപ്പെടും. അതിങ്ങനെ വന്നും പോയി ഇരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഏതൊരു കാര്യത്തിലും, അത് നിങ്ങൾ പണം സമ്പാദിക്കുന്നിടത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്, നിങ്ങൾ സ്നേഹം സമ്പാദിക്കുന്നിടത്താണെങ്കിലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ എഫേർട്ട് ആര് കൂടുതൽ ഇട്ടു എന്നുള്ളത് നോക്കുന്നതിന് പകരം, ഞാൻ കൊടുത്തിട്ടുണ്ട് സ്നേഹം, എൻ്റെ ഉത്തരവാദിത്തം ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്, തിരിച്ച് അതിനോടനുസരിച്ചുള്ളൊരു സംഗതി എനിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഓപ്പണായിട്ട് ഇരുന്ന് സംസാരിക്കണം. അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഒരു സെക്കൻഡ് പേഴ്സണെ ഇൻവോൾവ് ചെയ്യിക്കണം. അത് ഒരു ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളെ ഉൾപ്പെടുത്തുക. ഏതെങ്കിലും ഒരാളെ നിങ്ങളുടെ ഫ്രണ്ടിനെയൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ അത് പിന്നെ അടുത്തൊരു പ്രശ്നം ചിലപ്പോൾ ഉണ്ടാക്കും. അതിനാണ് ഈ സൈക്കോളജിസ്റ്റുമാരും സൈക്യാട്രിസ്റ്റുമാരൊക്കെ ഇരിക്കുന്നത്. അവരടുത്ത് പോയിട്ട് അത് സംസാരിക്കുക. അപ്പോൾ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് തരും, നിങ്ങളടുത്ത് ഇത്രേ പ്രശ്നമുള്ളൂ, ഇത് മാറ്റിയാൽ മതി, ഇന്നടുത്ത് മാറ്റം വരുത്തിയാൽ ശരിയാവും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം തീർന്നില്ലേ.